ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ കുക്കി നമ്മുടെ കാത്തപ്പനും എങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പർ ആയി എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോയിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അവരെങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പർ ആയി എന്നുള്ളതിന് മുമ്പ് അറിയേണ്ടത് കുറച്ച് നമുക്ക് മുമ്പുള്ള പെറ്റ്സ് എങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പർ ആയി, എങ്ങനെ അവരിൽ നിന്ന് ഇവരിലോട്ട് എത്തി എന്നുള്ളതൊക്കെ അറിയണം. അപ്പോൾ നമുക്ക് ആദ്യമേ ആ കഥയിലോട്ട് കിടക്കാം. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. എനിക്ക് തോന്നുന്നു 2023 തോന്നുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 ഡോഗുണ്ട്, റൗഡിയും ഇപ്പോൾ ഉള്ള റൗഡിയും പിന്നെ ഒരു റോമി എന്ന് പറയുന്നൊരു ഡോഗുമാണ് ഉള്ളത്. അപ്പോൾ ക്യാറ്റായിട്ട് നമുക്ക് അന്നേരം ക്യാറ്റ് ഇല്ലായിരുന്നു, ഒരു ക്യാറ്റ് ഉണ്ടായിരുന്നു, അത് ചത്തുപോയ പിന്നെ നമുക്ക് വേറെ ക്യാറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് 2023 വഴിയിലൊരു പൂച്ചക്കുഞ്ഞ് കിടക്കുന്നതെന്നും പറഞ്ഞിട്ട് ചേട്ടൻ രാത്രിയിൽ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ രാത്രി കണ്ട് അന്നേരം നമ്മൾ പോയി നോക്കിയൊന്നുമില്ല. പിറ്റേ ദിവസം നമ്മൾ വൈകുന്നേരമാണ് പോയി നോക്കിയത്. 2 പൂച്ച ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മൾ വൈകുന്നേരം ചെന്ന് നോക്കിയപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ അവിടെ കണ്ട്. അപ്പം ആ പൂച്ചക്കുഞ്ഞാണ് ദ്വീപ്. ഇതാണ് ആ പൂച്ചക്കുഞ്ഞ്. ഈ പൂച്ചക്കുഞ്ഞിനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവളാണ് നമ്മൾ മിട്ടു എന്നാണ് പേരിട്ടത്. നമ്മൾ അവിടുന്ന് വഴിയിൽ നിന്ന് നമ്മൾ ഇതിനെ എടുത്തുകൊണ്ട് വന്നു. അച്ഛൻ സമ്മതിക്കത്തൊന്നുമില്ലായിരുന്നു, പക്ഷേ അച്ഛൻ ഓക്കെ പറഞ്ഞു. ആദ്യമേ സമ്മതിച്ചൊന്നുമില്ല, പിന്നെ അത് ഓക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ വളർത്താൻ തുടങ്ങി. പേരൊക്കെ ഇട്ടു, മിട്ടു എന്നാണ് പേരിട്ടത്. നമ്മൾ മിട്ടപ്പാന്ന് വിളിച്ച്. അത് പെണ്ണായിരുന്നെന്നാണ് നമുക്ക് തോന്നിയത്. അന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടി അവനെ നന്നായിട്ട് നോക്കി. തീരെ കുഞ്ഞായിരുന്നു, എനിക്ക് തോന്നുന്നു 2 മാസം കഷ്ടി അത്രേ ഉള്ളൂ. അത് തീരെ പൊടിയായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ വളർത്തി തുടങ്ങി. അധികം നാളൊന്നും കിട്ടിയില്ല. നമുക്ക് ജൂണിലെങ്ങാണ്ടോ അതിനെ കിട്ടിയത്. ജൂലൈ ആയപ്പോൾ അത് ചത്തുപോയി. ആദ്യമേ ഒരു പനിയൊക്കെ വന്നു അതിന്. അന്നേരം നമുക്ക് പൂച്ചനെ വളർത്തി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയൊന്നുമില്ല. നമ്മൾ പറഞ്ഞ് മരുന്നൊക്കെ മേടിച്ച് കൊടുത്തു, പക്ഷേ കിട്ടിയില്ല. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വന്നപ്പോഴത്തേനും അത് ചത്ത് കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു. എനിക്കും ചേച്ചിക്കും ഭയങ്കര വിഷമമായിരുന്നു. ചേച്ചി പിന്നെ അതിൽ നിന്നൊരു ഇതായി, പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതാണ് ആ പൂച്ച കേട്ടോ, എനിക്കതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ വിളിച്ചാലൊക്കെ ഓടി വരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പൂച്ച ചത്തുപോയ വിഷമത്തിലാണ്. ചേട്ടനാണെങ്കിൽ പറഞ്ഞു ഞാൻ വേറൊരു പേർഷ്യൻ ക്യാറ്റിനെ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് മിക്കി ഉണ്ട് കേട്ടോ. ഓക്കെ, ആ സമയത്ത് ഇവനുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പൂച്ചയാണ് ഇവനുണ്ട്. സോറി, ഞാൻ മറന്നുപോയതാ പറയാം. അപ്പോൾ ഇവനുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഈ കുഞ്ഞിനെ കൂടി കിട്ടിയപ്പോൾ നമ്മൾ അതിനെ 2 കൂടി വളർത്താമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവൻ ചത്തുപോയപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു നമുക്കൊരു പേർഷ്യൻ ക്യാറ്റിനെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പേർഷ്യൻ ക്യാറ്റിനെ എടുത്തു. ആ പേർഷ്യൻ ക്യാറ്റാണ് നമ്മുടെ മിയ. ഇവള് അന്നേരം നമുക്ക് മിക്കിയും മിയയും ഉണ്ട്. ഇവള് നമ്മൾ മിയ എന്നാണ് പേരിട്ട് വളർത്തിയത്. അപ്പോൾ ഇവർ കളിച്ച് നടന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനുമാണ്, കുറേ നാൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ കിട്ടിയത് 2024 അല്ല 23 സെപ്റ്റംബറിൽ എന്തോ ഇവളെ കിട്ടുന്നത്, ഇവളെ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇവളെ മേടിച്ചുകൊണ്ട് വന്ന സമയത്ത് ഇവൾ പെണ്ണാന്ന് നമുക്കറിയാം, മറ്റേ മിക്കി ചെറുക്കന് വന്നറിയാം. അപ്പോൾ നമ്മൾ ഇവളെ കൂട്ടിയിട്ടും ഇവനെ അഴിച്ചു വിട്ടുവാണ് വളർത്തിയത്. എങ്ങനെയോ ഇവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ അറിഞ്ഞില്ല, പ്രഗ്നൻ്റ് ആയതൊന്നും നമ്മൾ അറിഞ്ഞില്ല. ഒരു ദിവസം ഇവൾ വല്ലാതെ ഓരോ റിയാക്ഷനൊക്കെ ഇടുന്ന കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് തോന്നിയത്. അതുവരെ വയറൊന്നും അധികം ഇല്ലായിരുന്നു, കൊള്ള വയറൊക്കെ തന്നെ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് എന്തോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ ഓക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല, നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ 2024 ജൂലൈ 2 നമുക്ക് കുഞ്ഞുവാവ ഉണ്ടായത്. ആ കുഞ്ഞുവാവയിൽ ഒരുത്തനാണ് നമ്മുടെ കാത്തപ്പൻ. ഓക്കെ, അപ്പോൾ ഇവൾ പ്രസവിച്ച സമയത്ത് ഇവൾക്ക് ആദ്യമേ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ഒരു കുട്ടിയും വേറൊരു കുട്ടിയും കൂടി കൂട്ടിക്കിടപ്പുണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങൾ. അത് ഒരെണ്ണം ചത്താണ് വന്നത്, ഒരെണ്ണം മരിച്ച് കിടക്കുമായിരുന്നു, ഒരെണ്ണത്തിന് ജീവനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഒരു പൂച്ചയൊക്കെ പ്രസവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ എടുത്തൊരു ബേസ് ബോർഡിനകത്തോട്ട് വെച്ച് കുഞ്ഞിനെയും തള്ളേനെയും കൂടി മരിച്ചതിനെ അവിടെ തന്നെ വെച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനിയും വരാനുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ കുഞ്ഞ് ഒരു പെൺകുഞ്ഞായിരുന്നു, കറുത്ത് ഫുൾ ബ്ലാക്ക്, വേറെ ഒരു കളറുമില്ല, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള, ഫോട്ടോ കാണിക്കാതെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കുഞ്ഞ്. അത് കഴിഞ്ഞാൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ബേസ് ബോർഡിനകത്ത് ഇട്ടെന്ന് പറഞ്ഞില്ലേ, ബേസ് ബോർഡിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു കുഞ്ഞു കൂടി വന്ന്. അതൊരു ചെറിയൊരു ബ്ലാക്കും പിന്നെ ചെറിയ ഒരു ഗ്രേ കളർ കൂടിയോ എന്തോ ഒരു കളർ കൂടി ചേർന്നൊരു കുഞ്ഞ്. ലാസ്റ്റായിട്ടുണ്ടായതാണ് നമ്മുടെ കാത്തപ്പൻ. അപ്പോൾ ആ 3 പേരും മിയയും സുഖമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ രണ്ടാമതുണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവന് പാല് കുടിക്കാൻ അറിയത്തില്ല. നമ്മൾ കുറേ പിടിച്ച് വെച്ചൊക്കെ നോക്കി, പക്ഷേ അവന് ഓവർകം ചെയ്യാൻ പറ്റിയില്ല. 2 ദിവസം അത് ഇവർ ജനിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് ചത്തുപോയി. അപ്പോൾ പിന്നെ നമുക്കുള്ളത് ആദ്യത്തെ കുഞ്ഞും പിന്നെ നമ്മുടെ കാത്തപ്പനുമായിരുന്നു. ഓക്കെ, ഇതാണ് ആദ്യത്തെ കുഞ്ഞ്. ഇവന് നമ്മൾ പേരിട്ട് മിട്ടു എന്ന് നമ്മൾ ടുട്ടു എന്ന് നമ്മൾ പേരിട്ട് ടുട്ടപ്പാന്ന് വിളിക്കും, അല്ലെങ്കിൽ ടുട്ടമ്മാന്ന് വിളിക്കും. ഇതാണ് നമ്മുടെ കാത്തപ്പൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും കാലയിലൊക്കെ എന്തോ ഒരു ഇതുപോലെയൊക്കെ ആയി. അപ്പോൾ ഞാൻ ഇത്രയും കഥയെ പറയുന്നുള്ളൂ. ഇതാണ് അവരുടെ ഫാമിലി ഫോട്ടോ. ഇത് അച്ഛൻ മിക്കി, ഇത് അമ്മ മിയ, ഇത് കാത്തപ്പനും ടുട്ടപ്പനും. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാനാണ് ഈ കഥയിലെ നായകൻ എന്ന് ഞാൻ പറയും, പക്ഷെ ഞാനും കുക്കിയുമാണ് ഈ കഥയിലെ നായകൻ. അപ്പോ എന്നെ കിട്ടിയ, അതായത് ഞാൻ ജനിച്ച കഥ വരെ നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോ ഞാൻ ജനിക്കുന്നത് 2024 ജൂലൈ 2 ഏകദേശം ഒരു 3-3:30-4:30 ആ ഒരു ടൈമിനിടയിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോ ചേച്ചി പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചത് തന്നെ 4 കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഒരാൾ ഓൾറെഡി മരിച്ചാണ് വന്നത്, പിന്നെ ഒരാൾ 2 ദിവസം മുന്നേ മരിച്ചുപോയി, പിന്നെ ഞാനും എന്റെ ടുട്ടി ചേച്ചിയും കൂടിയാണ് ഇവിടെ ജീവിച്ചത്. എനിക്ക് ഉറക്കം വരും. ഓക്കെ, എന്നാൽ കഥ ഞാൻ പറയും. കാരണം ഇത് ഞങ്ങളുടെ കഥയാണല്ലോ, ഞങ്ങൾ എങ്ങനെ ഈ കുടുംബത്തിൽ വന്നു എന്നുള്ളതാണല്ലോ കഥയിലെ ടോപ്പിക്ക്. അപ്പൊ ബാക്കി ഞാൻ പറയാം. അപ്പൊ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ആ ഡേറ്റിലാണ്.
ഞങ്ങൾ കണ്ണൊക്കെ തുറന്ന് പുറത്തിറങ്ങുന്ന ടൈമിൽ ഞാനും ചേച്ചിയും ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ കാണിക്കാം. ഓക്കെ, അപ്പോ ഞാനും ചേച്ചിയും ഭയങ്കര കുരുത്തക്കേടൊക്കെ ആയിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ എനിക്കൊരു ബ്ലൂ കണ്ണായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കണ്ണെതിലെ പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ചേച്ചി പറഞ്ഞല്ലോ, ഞാൻ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിലൊക്കെ ഏതാണ്ട് പോലെയായിരുന്നു. അപ്പൊ എല്ലാവരും പറയുക നീ പൂച്ചക്കുഞ്ഞിനെ കണക്കുള്ളതില്ല, മറ്റേതാ മെഡിക്കുന്നു. എന്നാലും ചേച്ചിയുടെ തേത്തും കുറച്ചുണ്ടായിരുന്നു, ബട്ട് എന്റെ തേത്തായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ആരും എടുക്കത്തൊന്നുമില്ലായിരുന്നു. ഇവിടെയുള്ളവരൊക്കെ എടുക്കും, പുറത്തും ആരെങ്കിലും വന്നാൽ ഞങ്ങളെ എല്ലാം എങ്ങനെ നോക്കാനൊന്നും വരില്ലായിരുന്നു. അപ്പൊ ആ ഒരു വിഷമം എനിക്കുണ്ട്. വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എണീറ്റ് പോകും കേട്ടോ, അത് നിങ്ങൾ കാര്യമാക്കരുത്. അവന്റെ ഒരു ശീലമായിപ്പോയി. ചേച്ചി വേണമെങ്കിൽ ക്യാമറ കൊണ്ട് പുറകെ വരട്ടെ, ഞാനല്ലേ ഇതിലെ ഹീറോ. അപ്പൊ നമ്മൾ കഥ പറഞ്ഞു വന്നത്, എന്റെ ഡാഡി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കണ്ടോ. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഞാൻ കഥ പറയാം. അപ്പോൾ അങ്ങനെയാണ് എന്റെ കയ്യിലും കാലിലൊക്കെ ഒരു മാതിരി എന്തോ, എനിക്കറിയത്തില്ല എന്താ സാധനം എന്നുള്ളത്. ഒരു ദിവസവും അങ്ങനെ ഇരിക്കെ ചേച്ചി അച്ഛനും കൂടി ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് ആശുപത്രി പോയി. അന്ന് ഞങ്ങൾ പൊട്ടിക്കുഞ്ഞുങ്ങളാ. ഒരാഴ്ചയല്ല 3-4 ആഴ്ച പ്രായം അത്ര ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്രയും പ്രായമുള്ളൂ. ഗൈസ്, ഞാൻ ഇതിനകത്തുനിന്നാണ് സ്ഥിരം വെള്ളം കുടിക്കാറ്. ഇതാ ചേച്ചിയുടെ മീനാണ്, ബട്ട് ഇനി ഞാൻ തിന്നത്തൊന്നുമില്ല, വെള്ളം കുടിക്കും. ഈ മീൻ വെള്ളത്തിന് ഒരു ഭയങ്കര ടേസ്റ്റ് ആണ്. ഗൈസ്, ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് കഥ തുടങ്ങും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഞാൻ പറയുന്നുണ്ട് നമ്മൾ ചേച്ചി ഇത് കൂടി കളിച്ചൊക്കെ കുരുത്തക്കേടൊക്കെ കളിച്ച് നടന്നു വന്നു ഞാൻ. ബട്ട് ഇപ്പൊ എന്റെ ചേച്ചി എവിടെയാണെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വരും. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിന്റെ ആൻസർ ഞാൻ വഴിയെ തരാം. ആദ്യമേ നമ്മൾ കഥ പൂർത്തിയാക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയപ്പോ വലിയ വേസ്റ്റ് ബോർഡിനകത്ത് കിട്ടാൻ ഇവരെ ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും വന്ന് ഞങ്ങളെയൊക്കെ നോക്കുന്നുണ്ട്. ഞങ്ങൾ ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എടുത്തോണ്ട് പോയി. ഞാൻ എന്റെ കൈ ഇങ്ങനെ എന്തോ കയ്യിലുള്ള ആ കറുത്ത സാധനം ഇങ്ങനെ ചേരേണ്ടിയിട്ട് എന്തോ ഒരു സാധനത്തിന് ദൂരെയൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് അവരതിന് പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞില്ല. അവരെന്നിട്ട് എന്നെ അങ്ങനെ കൈയും കാലും മുഖവും ഒക്കെ തൂത്ത് വൃത്തിയാക്കാൻ ഒരു ഷാമ്പു പോലത്തെ ഒരു വാട്ടറും പിന്നെ കഴിക്കാൻ മരുന്നും ഗുളികയൊക്കെ തന്നു. അതൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ വന്നപ്പോ അമ്മ, അതായത് എന്റെ നിയാമ ഞങ്ങളെ കാണാതെ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇതാണ് എന്റെ ഡാഡി. ഓക്കെ, അപ്പോ എന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, കാത്തപ്പൻ എന്നാണ്. എനിക്കെങ്ങനെ ആ പേര് വന്നതെന്ന് ഞാൻ പറയാം. അപ്പൊ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരുടെയും ഡൗട്ട് ഞാൻ പെണ്ണും ചേച്ചി ആണായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് കാത്തൂന്നും ചേച്ചിക്ക് ടുട്ടൂന്നും പേരിട്ടത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനാണും അവള് പെണ്ണുവാന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ എനിക്ക് കാത്തപ്പനും പേരിട്ടു, അവൾക്ക് ടുട്ടമ്മാന്നും പേരിട്ടു. അങ്ങനെയാണ് എന്റെ ഈ പേരിലോട്ടുള്ള പോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് കാണാം. ആദ്യമേ ഞാൻ ചോറൊക്കെ തിന്നുമായിരുന്നു. തുടക്കത്തിൽ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് തിന്നാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ചോറൊക്കെ തിന്നുമായിരുന്നു. ഇപ്പൊ ഞാൻ അഹങ്കാരി പൂച്ച. ഇപ്പൊ എനിക്ക് ചോറെന്ന് പറയുന്ന സാധനമേ വേണ്ട. എനിക്ക് മിയോ മാത്രമാണ് ഇഷ്ടം. ഇവരത് മേടിച്ചും തരും. മേടിച്ചാൽ പറ്റില്ലല്ലോ, പട്ടിണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവരത് എനിക്ക് മേടിച്ചും തരും. അതുകൊണ്ട് ഞാനത് മുതലെടുക്കുന്നുണ്ട്. എന്റെ ചേച്ചിയും ഇവിടെ നിങ്ങൾ ടൈമില് അവള് ചോറ് തിന്നുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ചോറ് തീറ്റയൊക്കെ നിർത്തി. ചോറ് കഴിഞ്ഞപ്പോ ഞങ്ങൾ കോക്കാൻ വരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോ. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ വന്നിട്ട് മിയോ ഒക്കെ മേടിച്ചു തരാൻ തുടങ്ങിയത്. അമ്മയ്ക്ക് മിയോ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അമ്മ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ചോറ് തിന്നാനും പഠിച്ചു. ഞങ്ങൾ ചോറ് തിന്നോണ്ടിരുന്നത് മാറി മിയോയിലോട്ടും കിടന്നു. പിന്നെ എല്ലാവർക്കും മിയോ തന്നെയായി. മിയയ്ക്കും ഈ അമ്മയ്ക്കും ഒക്കെ മിയോ തന്നെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ജനിച്ച് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോ എന്റെ ചേച്ചീനെ ഞങ്ങളുടെ കുരുത്തക്കേട് കാരണം തമ്മിലൊന്ന് വേർപിരിച്ച് എന്റെ മായമ്മയുടെ, അതായത് ഇവിടുത്തെ അമ്മയുടെ വീട്ടിലോട്ട് എന്റെ ചേച്ചി ഞങ്ങൾ കൊണ്ടൊക്കെ കൊടുത്ത്. അപ്പൊ ഞാൻ പിന്നെ ഒറ്റയ്ക്കായി. ഞാനും അമ്മയും വേണ്ടി ഏത് നേരം ഞാൻ അമ്മയുടെ പുറകെ വാലയൊക്കെ തുണ്ടി തോണ്ടി നടക്കും. അതായിരുന്നു എന്റെ പരിപാടി. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ ഗൈസ്. അങ്ങനെ ഞാനും അമ്മയും എന്റെ മിക്കച്ചനുമായിട്ട് നടന്നു. അങ്ങനെ ഇരിക്കെയാണ് അമ്മയ്ക്കൊരു അസുഖം വന്നത്. എന്താ അസുഖം? ആ അസുഖത്തിന് പേരൊന്നും നമുക്ക് അറിയത്തില്ല. എന്തോ ഒരു അസുഖം വന്നത്. അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ് പോകുന്നു. കാലിന് എന്താ ഒരു ഊരില്ലാത്ത പോലെയൊക്കെ ആയിരുന്നു. ഫുഡും കഴിക്കത്തില്ല. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് അവര് പറഞ്ഞു 3 ദിവസം കഴിയുമ്പോഴത്തേനും ഒന്നുകൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാ ചെയ്യാനാ, 3 ദിവസം ആവുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ഇന്ന് ആശുപത്രി കൊണ്ടുപോയെങ്കിൽ പിറ്റേ ദിവസം എന്റെ അമ്മ മരിച്ചുപോയി. 2024 ഡിസംബർ 14 എന്റെ അമ്മ എന്നെ വിട്ടുപോയി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്നേരം എന്റെ ഇവിടുത്തെ അമ്മ എന്നെ എടുത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം എനിക്കിവിടെ വേറെ ആരും കൂട്ടില്ലായിരുന്നല്ലോ. ചേച്ചീനെയും കൊടുത്തു. അമ്മ മരിച്ചുപോയി. അച്ഛൻ ആണ്ടിലും സംക്രാന്തിയിലും കയറി വരും. എന്നെ അച്ഛൻ മൈൻഡൊന്നും ചെയ്യാറില്ല. അതെല്ലാം എനിക്കറിയത്തില്ല. അച്ഛന് വേറെ മക്കളും ഭാര്യയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അപ്പൊ അമ്മ മരിച്ച സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ എനിക്ക് ആരും കളിക്കാനും കൂട്ടില്ല. എന്നാലും ചേച്ചി ഓരോ കളിപ്പാട്ടമൊക്കെ മേടിച്ചും ക്ലൈം കൊണ്ട് എന്നാന്തൊക്കെ ഉണ്ടാക്കിയൊക്കെ എനിക്ക് തരുമായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ചേച്ചീനെ എങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാവോ എന്ന് ഞാൻ കയ്യെ കലയെ പിടിച്ച് പറഞ്ഞു. പക്ഷേ ഇവര് സമ്മതിച്ചില്ല. നിങ്ങൾ കുരുത്തക്കേടായോണ്ടല്ലേ വേറെ പിരിച്ചത്. ഇവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സത്യാവസ്ഥ അതാണല്ലോ. പിന്നെ ഞാനങ്ങ് ആ ഒരു റിയാലിറ്റി അങ്ങോട്ട് ഇതാക്കി. എങ്ങനെയാലും ജീവിക്കണമല്ലോ, ജനിച്ചു പോയില്ലേ, അങ്ങനെ ഞാൻ ജീവിക്കാന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കാണേലും ഇവരുടെ ഒന്ന് കളിച്ച് നടക്കും. രാവിലെ അമ്മ എണീക്കുമ്പോൾ 6:30 ആകുമ്പോൾ എന്നെ അഴിച്ചു വിടും. 8:30 മണി വരെ ഞാനിങ്ങനെ അടുക്കളക്കകത്തൂടി ഓടി നടക്കും അമ്മയുടെ കൂടെ. അപ്പോ ഇവിടെ എനിക്ക് മിക്കിച്ചനും പിന്നെ റൗഡി ചേട്ടനും റോമി ചേട്ടനും ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ ജനുവരി, അതായത് 2025 ഫെബ്രുവരിയിൽ
ഞങ്ങളുടെ റോമിച്ചനും ഞങ്ങളെ വിട്ടുപോയി. അതിന് നല്ല പ്രായം ഉണ്ടായിരുന്നു. 10-16 വയസ്സ് കൂടുതൽ എന്തോ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പറഞ്ഞു കേട്ടുള്ള ഒരാളുമാണ്, എനിക്കറിയത്തില്ല കറക്റ്റ് ആയിട്ട്. അപ്പോ റോമിച്ചനും മിയാമയും പോയ സങ്കടം ചേച്ചിക്ക് ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ആ സങ്കടം വഹിക്കാൻ വയ്യായിരുന്നു. രണ്ടുപേരും 2 മാസത്തെ ഗ്യാപ്പിനിടയ്ക്കല്ലേ പഠിച്ചു പോയത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഭയങ്കര വിഷമമായിരുന്നു. ആ വിഷമം തീർക്കാനാണ് നമ്മൾ കുക്കീനെ മേടിച്ചത്. ഇനി കഥ കുക്കി പറയും. ഓക്കെ ബൈ ഫ്രണ്ട്സ്. എനിക്കുള്ള വോയിസ് ഇവിടെ കൊണ്ട് തീർന്നു. ഇനി ബാക്കി കുക്കിച്ചൻ പറയും. ഓക്കെ ടാറ്റാ. ഞാനൊരു സീൻ പറയാൻ മറന്നുപോയായിരുന്നു. എന്റെ ചേച്ചി ടുട്ടുവിനെ ഇവിടുന്ന് മാറ്റിയെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ടുട്ടു ജീവനോടെ ഇല്ലാട്ടോ. ടുട്ടു മരിച്ചു പോയി. 2025 സെപ്റ്റംബറിൽ ടുട്ടുവിന് എന്തോ ഒരു അസുഖമൊക്കെ വന്ന് ടുട്ടു മരിച്ചു പോയി. ഞാനത് പറയാൻ വിട്ടുപോയതാണേ. അപ്പൊ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും എന്റെ മിക്കീച്ചാനും മാത്രമേ ഉള്ളൂ. അമ്മയും പോയി, ചേച്ചിയും പോയി, എല്ലാരും എന്നെ വിട്ടു പോയി. എനിക്ക് ആ വിഷമമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നാ ചെയ്യാനാ? അവർ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയതാ. പക്ഷെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല, മരിച്ചുപോയി. ഞാനത് പറയണമെന്ന് ഓർത്തയാ, പിന്നെ ഞാൻ പെട്ടെന്ന് അത് മറന്നുപോയേ. അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ വന്ന് പറയുന്നത്. ഓക്കെ, എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുവേ. ഗൈസ്, ഇനി ഞാനാണ് കഥ പറയാൻ പോകുന്നത്. കാത്തപ്പം പകുതിക്കാലം പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഭാഗമേ പറയാൻ കിട്ടുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടിയ ഭാഗം ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തീർക്കാം. അപ്പോൾ കാത്തപ്പം പറഞ്ഞത് കാത്തുവാണ് ഈ വീട്ടിലെ റിയൽ ഹീറോ എന്നല്ലേ? എന്നാൽ അത് തെറ്റാണ് ഗൈസ്. നിങ്ങൾക്കറിയാലോ, കുക്കി ദ റിയൽ ഹീറോ ആണ് ചേരുന്നത്. കാത്തപ്പന്റെ റിയൽ ഹീറോ ചേരുന്നില്ലല്ലോ. അപ്പൊ കുക്കി ദ റിയൽ ഹീറോ ആണ്. ഈ വീടിന്റെ ഹീറോ ഞാൻ തന്നെയാണ്. അപ്പൊ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്റെ പറമ്പിലോട്ടൊക്കെ കയറും. അത് നിങ്ങൾ കാര്യം വെക്കണ്ട. എന്നാലും ഞാൻ കഥ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ കാത്തപ്പൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, റോമി ചേട്ടനും മിയ ചേച്ചിയും മരിച്ചു കഴിഞ്ഞാണ് എന്നെ കൊണ്ടുവന്നത് എന്നല്ലേ? അതാണ് സത്യം. കാരണം മിയ ചേച്ചി മരിച്ചപ്പോ ചേച്ചിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് റോമി ചേട്ടനും കൂടി മരിച്ചത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് രണ്ടുപേരും ഓരോ മന്തിന്റെ വ്യത്യാസത്തിലാണ് മരിച്ചത്. മിയ ചേച്ചി ഡിസംബറിലും റോമി ചേട്ടൻ ഫെബ്രുവരിയിലുമാണ് മരിച്ചത്. അപ്പോ ഭയങ്കര വിഷമമായിരുന്നു. എന്നെ കൊണ്ടുവന്നത് എന്റെ ചേട്ടനാണ് എന്നെ ഇവിടെ ചേച്ചിക്ക് വേണ്ടി മേടിച്ചു കൊണ്ടുവന്നത്. ഞാൻ മുകളിലൊക്കെ ചെയ്യും കേട്ടോ, അത് നിങ്ങൾ കാര്യമാക്കരുത്. ഇവളൊരു വീഡിയോ നിർത്താൻ പറഞ്ഞാൽ നിർത്തില്ല. എന്താണ് കേസ്? ഓക്കെ, എന്നാലും ഞാൻ കഥ പറയാറേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവര് മരിച്ച വിഷമത്തിലാണ് എന്നെ ഇവരിവിടെ കൊണ്ടുവന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഈ ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് 1 വയസ്സായി. ഇത് എന്റെ ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു. അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുസൃതിയും കുറുമ്പും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഈ യൂട്യൂബ് ചാനലിലും ഈ യൂട്യൂബ് ചാനലിന്റെ ഇൻസ്റ്റഗ്രാം പേജിലും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതോ നമ്മുടെ കാത്തപ്പനെയാണോ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ ഈ ഫാമിലി മെമ്പറായ കഥ നിങ്ങൾ എല്ലാവരും ഫുള്ള് കേട്ടല്ലോ അല്ലേ? അപ്പോൾ ഗൈസ്, അങ്ങനെയാണ് നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് കാത്തപ്പനും കുക്കിയും എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇനി പയ്യെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കി അവിടെ കിടന്ന് നോക്കുന്നുണ്ടാകും, നമ്മൾ കൂട്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ദയവ് ചെയ്ത് മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.